ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഷെഫ്നേൻ്റെ കല്യാണത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നേരെ പോയത് ഡ്രസ്സിങ് റൂമിലേക്കാണ്. അവിടെ പോയി കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ സ്റ്റേജിന് മുമ്പിൽ വന്നിരുന്നു കേട്ടോ. ഷെഫിനാണെങ്കിൽ ഫോട്ടോഷൂട്ടിൽ തന്നെയാണ്, കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോഴത്തേക്ക് അവിടേക്ക് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചെക്കൻ വരാനായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചെക്കന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഇർഷാദാണെങ്കിൽ ഓല കൂടെ പോവുകയും ചെയ്തിട്ടോ. ഞങ്ങളോട് പോവാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വലിയ മൈൻഡൊന്നും വെച്ചിട്ടില്ല. കാരണം ഞങ്ങളെ കൂടെ ഫുഡ് കഴിക്കാനും ഇതിനൊന്നും വരാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും മിണ്ടാൻ പോയില്ല. ഓനെ കുറിച്ച് കൂടെ പഠിച്ച കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ ഞങ്ങളെ തേച്ച് ഓനെ കൂടെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ അവിടുന്ന് വന്നിട്ട് ഞങ്ങളോട് മൈൻഡ് ചെയ്യാതെയോ ഞാൻ പോവാന്നൊക്കെ പറഞ്ഞു പോയി. അത് ചെറ്റത്തരമല്ലേ ഗൈസ്, നിങ്ങൾ പറയുക തെറ്റാണോ ശരിയാണോ? ഗൈസ്, ഈ കമ്മലിട്ട് ഭയങ്കര വേദന. ഞങ്ങളുടെ വലിയ കമ്മലൊന്നും ഇടാറില്ല, അതുകൊണ്ട് ഇതിൻ്റെ അവസാനത്തെ കമ്മലാവും മിക്കവാറും. ചെവിപ്പോൾ കയറിപ്പോകും. ഗൈസ്, നമ്മൾ ഫോട്ടോ എടുക്കൽ പ്രൊഫഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് എന്താ ചേച്ചി ഓട്ടോയിൽ കയറിക്കാണ്. ഞങ്ങൾ ചെക്കന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചെക്കൻ എത്താൻ 3 മണിയാവും. ഇത്രയും വരെ വന്നിട്ട് ചെക്കനെ കാണാതെ പോണത് മോശമല്ലേ? വണ്ടിക്കൂലി വന്നിടാവണ്ടേ, അതുകൊണ്ട്. പിന്നെ എന്താ ഇത് ആരോ ഡ്രസ്സാണെന്ന് നമുക്കറിയാം ഗൈസ്. ഓട് വരുമ്പോൾ അങ്ങനെ തയ്ച്ചു കൊടുക്കാം. അതുവരെ ഞാൻ ഡ്രൈവർ ഓടിക്കണം. വീട് വരെ പോയി പോന്നാലും തൃശ്ശാതെ ഞങ്ങളെ തേച്ചത് ഞങ്ങൾക്ക് വലിയ സങ്കടമായി ഗൈസ്. ഓക്കെ, രസമല്ല കാണാം. അപ്പോൾ ബൈ. ഐസ്ക്രീം തന്നെയാണ് ചതി. നല്ല കുട്ടിയാണേ. ഒരു തള്ളച്ചിടാറ്റം ഒന്ന് വേണോന്നൊന്ന് ചോദിക്കാം. അറിയ ചന്തയും കണ്ട പരിചയം പോലല്ല, നാട് തരും. അങ്ങനെയാണ് തീറ്റ. തീർത്ഥാടനത്തിന് പോയ അച്ഛനോട് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോ അച്ഛനോട്. പറ. ഒന്നുമുണ്ട് അവനൊന്നും പറ. അവന് ഭയങ്കര നാണാണ് ഗൈസ്, അതുകൊണ്ട് അവനൊന്നും മിണ്ടില്ല. ഞങ്ങൾ ഇവിടെ ഓഡിറ്റോറിയം അടച്ചാലും ഇവിടെ ഉണ്ടാവുന്ന തോന്നണേ. പെണ്ണ് ഇറങ്ങണമില്ല, ചെക്കൻ അങ്ങോട്ട് കയറണമില്ല. നമ്മുടെ ചെക്കൻ വന്നിട്ടുണ്ട്. അപ്പം ചെക്കൻ വരുന്ന നമുക്ക് കാണാം. ഷെഫിനെ ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ കഴിഞ്ഞില്ല, പക്ഷെ ഇവിടുത്തെ ആൾക്കാരെ കുറഞ്ഞു. നമ്മളിപ്പോഴും ഫോട്ടോ എടുത്തോണ്ട് കാണും. ഞാനും ദേശീയച്ചും സ്റ്റിൽ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ അമ്മായിനെ ചീത്തറിന് വിട്ട്. എന്തിന്? പക്ഷെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല അല്ലേ? വാരി കെട്ടിന് ഒന്നുകൂടി ഭംഗിയുണ്ടാവുന്നു. നമുക്ക് ഇങ്ങനെ ഇഷ്ടം ഇങ്ങനെയാണ്. അങ്ങനെയാണ്. ഓക്കെ, ഇത് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരി. ഞങ്ങൾ ചെക്കൻ വന്ന് നോക്കട്ടെ. ചെക്കൻ വരുന്നേ ഉള്ളു ഗൈസ്. അങ്ങനെ ഗൈസ്, ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ചെക്കൻ വന്നു. ഈ റെഡ് ഡ്രസ്സ് ഇട്ട് സൈഡിലിരിക്കണൊക്കെ ചെക്കൻ്റെ കൂടെ വന്ന ആൾക്കാരാട്ടോ. ഒരു ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ചെക്കൻ വന്ന് നേരെ സ്റ്റേജിലേക്ക് കയറി. ചെക്കൻ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പെണ്ണ് കയറിയത്. പെണ്ണ് മീൻസ് നമ്മുടെ ഷെഫിനെ സ്റ്റേജിലേക്ക് കയറിയത്. ചെക്കൻ വന്നിരുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു, ഓരോ ഫ്രണ്ട്സൊക്കെ കൂടെ. പിന്നെ ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റിന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേജിൽ നിന്നൊക്കെ എടുത്തിട്ട് കൈമാറി കൊടുക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സങ്കടമായിട്ട് ഗൈസ്. നമ്മുടെ ഗിഫ്റ്റൊക്കെ എടുത്ത് ഓരോ മെയിനായി. അങ്ങനെ നമ്മളെ ഷെഫിനെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കയറുകയാണ്. പക്ഷേ ഷെഫിന് കയറുമ്പോൾ പാട്ടൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായിരുന്നു ആവുമെന്ന് എനിക്ക് തോന്നിയെന്നില്ല, ആവുമായിരുന്നു. പിന്നെ ഒരു സ്റ്റേജിലേക്ക് കയറിയിട്ട് അപ്പുറത്തൊക്കെ നിൽക്കുന്ന ഫോട്ടോയും പിന്നെന്താ ഒരു കയറി വരുന്നത് സാധാ കുറേ ഫോട്ടോ നമ്മൾ കാണില്ല, അങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ ഒരു. പിന്നെ ഷെഫിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള താത്തേൻ്റെ മോനുണ്ട്. താത്തേൻ്റെ മോനാണ് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ ഡ്രസ്സിങ്ങും ഹെയർ സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓൻ്റെ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ ഷെഫിന് സ്റ്റോറി ആയിട്ട് ഇടുന്നുണ്ട്. അപ്പം ഞാൻ അവളോട് പറയുന്നുണ്ട് അധികം നല്ല ഭംഗിയുണ്ട് ഓൻ്റെ ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങും ഒക്കെ എന്നൊക്കെ. അങ്ങനെ അവസാനം നമ്മുടെ ഷെഫിൻ്റെ ചെക്കനൊക്കെ സ്റ്റേജിൽ കയറി ഇരുന്നു കേട്ടോ.
പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റേജിൽ നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ ഷെഫ്നൻ്റെ ഉമ്മയൊക്കെ വന്ന് ഞങ്ങളോട് പറഞ്ഞ് ചായ പോയി കുടിക്കാനൊക്കെ. ഞങ്ങൾ അപ്പം ചോറ് തിന്നിട്ടല്ലുള്ളൂ, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വേഗം പോകും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. പക്ഷേ അവസാനം കുറേ നിർബന്ധിച്ചിട്ടോ താത്ത എല്ലാവരും വന്നിട്ട്. പക്ഷെ നമ്മൾ ചാടിക്കാൻ നിന്നില്ലേന്നു. ഞങ്ങൾ ഇവരെ സ്റ്റേജിലുള്ള ഇതൊക്കെ കാണുന്നു. ഇവരാണെങ്കിൽ പോസൊന്നും ഇടുന്നില്ല, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നാണിച്ച് നിൽക്കുകയാണ്. പിന്നാണ് ഇവർക്ക് കൂളിംഗ് ഗ്ലാസ് കൊണ്ടെടുത്തു. ഇവരാണെങ്കിൽ അതൊന്നും ഇടണില്ല പോസ് ചെയ്യാൻ വേണ്ടി. ഫുള്ള് നാണായിരുന്നു ഗൈസ്. പിന്നെ വീട്ടിൽ പോകാൻ ചായ കുടിക്കാൻ അവൾ പറയേണ്ട വിഷയമെല്ലാം ഞങ്ങൾ ലേറ്റ് പോകും. ദേശിച്ചിൻ്റെ മോനൊക്കെ ഉറങ്ങിയിട്ട് ഗൈസ് നമ്മൾ പോവാണ്. ദേശിച്ചിൻ്റെ കുട്ടിയൊക്കെ ഉറങ്ങി തോന്നിയിട്ട്. അപ്പം നമ്മൾ ചെക്കനൊക്കെ കണ്ട് വീട്ടിലേക്ക് പോവാം. അപ്പം ബായ്. അപ്പോൾ ഗൈസ് കല്യാണമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമായി. എൻ്റെ മടി കൊണ്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ അത്രയും താമസിച്ചത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.